നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയിൽ മുണ്ടിട്ടല്ല പട്ടാപ്പകലാണ് ചോദ്യം ചെയ്യലിന് പോയത്. എനിക്ക് ഒളിക്കാൻ ഒന്നുമില്ല, മറയ്ക്കാനും ഒന്നുമില്ല. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ അവിടെ ഇരുന്ന് കുരയ്ക്കത്തേ ഉള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ കട്ടക്കലിപ്പിലാണ്. അതായത് SITക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിന് പോയതിനെ ന്യായീകരിച്ചും വെളുപ്പിച്ചും കൊണ്ടൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ തലങ്ങും വിലങ്ങും ക്യാപ്സൂളുകൾ ഇറക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കടകംപള്ളിക്ക് നേരെ വരുന്നത്. VD സതീശൻ അങ്കക്കലി പൂണ്ട് കടകംപള്ളിക്ക് നേരെ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് VD സതീശന്റെ ഗ്രൂപ്പും പ്രതിപക്ഷ നിരയിൽ നിന്ന് പലരും കടകംപള്ളി തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യലിന് പോയതിനെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ നിരത്തുന്നത്. അതിന് മറുപടിയുമായിട്ട് കടകംപള്ളി വന്നിരിക്കുകയാണ്. എന്നാൽ മറുപടി കൊടുക്കാൻ വന്നിട്ടും അതും സ്വന്തം മൂട്ടിൽ തന്നെ വീണ് പൊട്ടിയാൽ എങ്ങനെയിരിക്കും? ആ അവസ്ഥയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ. തലയിൽ മുണ്ടിട്ടൊന്നുമല്ല, പട്ടാപ്പകൽ തന്നെയാണ് ചോദ്യം ചെയ്യലിന് പോയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ തിരികെ ചോദിക്കാനുള്ളത്, പിന്നെ എന്തിനാണ് ഈ ചോദ്യം ചെയ്യൽ അതീവ രഹസ്യമാക്കി വെച്ചത്, രഹസ്യമായി നടത്തിയത്? SITക്ക് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിവരം പുറത്തു പറഞ്ഞത്. എല്ലാം രഹസ്യമാക്കി പൂഴ്ത്തിവെച്ച് നടത്തിയിട്ട് ഇപ്പോൾ വന്ന് കാവടിയെടുത്ത് തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല. കടകംപള്ളി കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ടേയിരിക്കണം. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ കാരണം CPMന് വല്ലാത്തൊരു പുതുവർഷമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇപ്പോൾ പലയിടത്തും പ്രതികരണങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. രഹസ്യ കേന്ദ്രത്തിൽ വെച്ചല്ല, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് മൊഴി രേഖപ്പെടുത്തിയതെന്നും പകൽ വെളിച്ചത്തിലാണ് താൻ മൊഴി നൽകാൻ പോയതെന്നും കടകംപള്ളി ഫേസ്ബുക്കിലും കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതായത് കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് രംഗത്തേക്ക് വന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയെ ഒന്ന് ചോദ്യം ചെയ്യലിന് പോലും കൊടുക്കാതെ കാത്തു സൂക്ഷിക്കുകയായിരുന്നു പിണറായി. പിന്നീട് ഹൈക്കോടതി ഇനി വടിയെടുക്കും എന്നായ ഘട്ടത്തിലാണ് SIT കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായത്. എന്നിട്ടും ആ ചോദ്യം ചെയ്യൽ ദിവസങ്ങളോളം മറച്ചുവെക്കുകയും ചെയ്തു. ഇതിൽ തന്നെ ദുരൂഹതകളേറെയാണ് എന്നുള്ള കാര്യം പ്രതിപക്ഷം മാത്രമല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പോലും പറഞ്ഞു തുടങ്ങിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ അപേക്ഷ ഒപ്പിട്ട് നൽകിയെന്നതടക്കം തനിക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾക്ക് തെളിവ് ഹാജരാക്കാനും കടകംപള്ളി ആവശ്യപ്പെട്ടു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന് കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും കടകംപള്ളി കുറ്റപ്പെടുത്തി. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഞാൻ മൊഴി നൽകിയ വിവരം അറിയാൻ വൈകിയതിന്റെ പരിഭ്രാന്തിയിലാവണം ചില മാധ്യമങ്ങൾ സങ്കല്പകഥകൾ ചമയ്ക്കുന്നത്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട എന്ന് കരുതിയതാണ്. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ചില കാര്യം വ്യക്തമാക്കാം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരായത്. അതേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ല. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എന്റെ മൊഴി രേഖപ്പെടുത്തിയത്. MLA ബോർഡ് വെച്ച ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന കറുത്ത ടൊയോട്ടോ യാരിസ് കാറിലാണ് ഞാൻ അവിടെ എത്തിയതും മൊഴി നൽകിയ ശേഷം എന്റെ ഓഫീസിലേക്ക് മടങ്ങിപ്പോയതും. ഇതൊക്കെ പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഒരു പ്രമുഖ ദിനപത്രം എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയിന്മേൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് നൽകിയെന്നാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ ഈ ഫയലുകളുടെ കോപ്പിയുണ്ട്. അത്തരത്തിൽ ഞാൻ കുറിപ്പെഴുതിയ ഒരു അപേക്ഷയുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ നിങ്ങൾ ഹൃദയവിശാലത കാണിക്കണം. മറ്റൊരു ആരോപണം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചതായി സ്വർണ്ണപ്പാളി കൈമാറാൻ ഉത്തരവിട്ട ഫയലുകളിൽ പരാമർശമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അതും നിങ്ങൾ പുറത്തുവിടൂ, ജനങ്ങൾ കാണട്ടെ. ഇനി മാധ്യമങ്ങളുടെ അടുത്ത കണ്ടെത്തൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ഞാൻ മണ്ഡലത്തിൽ വീട് വെച്ചു കൊടുത്തു എന്നാണ്. എന്റെ മണ്ഡലത്തിലെ വീടില്ലാത്ത ഒട്ടേറെ പേർക്ക് സർക്കാരിന്റെയും സുമനസുകളുടെയും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകാൻ എനിക്ക് കഴിഞ്ഞുവെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിൽ ഒന്നുപോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ചതല്ല. ഇനി മറിച്ച് അത്തരത്തിലൊരു വീട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടും അതിലെ ഗുണഭോക്താക്കളെയും ജനങ്ങളെ കാണിക്കാനുള്ള വലിയ മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. സ്വർണ്ണപ്പാളി വിവാദത്തിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് 84 ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ തനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾക്കെല്ലാം ഇപ്പോൾ മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഇതേ ചോദ്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ഇതുവരെ എന്തുകൊണ്ടായിരുന്നു കടകംപള്ളി എവിടെയും പ്രതികരിക്കാതിരുന്നത്?
ഈ വിഷയത്തിൽ നിയമസഭ നടക്കുമ്പോൾ വലിയ പൊട്ടിത്തെറിയും ചർച്ചകളും നിയമസഭയിൽ നടന്നല്ലോ. അന്നും കടകംപള്ളി ഒരക്ഷരം മിണ്ടാതെ വായും പൂട്ടി ഒരു മൂലക്കിരിക്കുകയായിരുന്നു. വകുപ്പ് മന്ത്രിയായിരുന്ന് ആ വകുപ്പ് ഭരിച്ചിരുന്ന ആളല്ലേ. എന്നിട്ട് കൂടി എന്തുകൊണ്ട് നിയമസഭയിൽ 2 വാക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല? സർക്കാരിനെയും പാർട്ടിയെയും വലിച്ച് കീറുന്ന പല പ്രസ്താവനകളും അന്ന് നിയമസഭയിൽ പ്രതിപക്ഷം എടുത്തിട്ടിരുന്നു. അപ്പോൾ പോലും പ്രതികരിക്കാതിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നത്. ഈ വിവാദം പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ പ്രതികരിക്കണമായിരുന്നു. ഇത് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് മറച്ചുവെക്കാനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള എല്ലാ നീക്കവും ഇവിടെ നടക്കുകയും ചെയ്തു. അതിലൊക്കെ ദുരൂഹതകളില്ലേ? എന്തുകൊണ്ട് ഇത്തരം മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണ് എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടായത്? അതും ഒരു ചോദ്യമല്ലേ? ഇതിനെല്ലാത്തിനും കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയണം. എന്തായാലും മന്ത്രിയായിരുന്ന 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കടകംപള്ളി നടത്തിയ 13 വിദേശ സന്ദർശനങ്ങളുടെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ 8 യാത്രകൾ ഔദ്യോഗികമായിരുന്നപ്പോൾ 5 എണ്ണം തികച്ചും സ്വകാര്യ സന്ദർശനങ്ങളായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. കടകംപള്ളിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ടെന്നാണ് സൂചന. വിദേശയാത്രകൾക്ക് പുറമെ കടകംപള്ളി നടത്തിയ ബംഗളൂരു, ചെന്നൈ യാത്രകളുടെ വിവരങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ബംഗളൂരുവിലെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു എന്നുള്ള സൂചനകളുമുണ്ട്. ഗോവർദ്ധനെയും കണ്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. കടകംപള്ളിയുടെ മൊഴിയെടുത്തപ്പോൾ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്തുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. കടകംപള്ളിയുടെ ഇറ്റലി യാത്ര ഔദ്യോഗികമായിരുന്നുവെന്ന് വിവരമുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും ഈ കേസിൽ ആരും നിഷ്കളങ്കരല്ല എന്നും VD സതീശൻ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നു. CPMന് ക്ഷീണം ഉണ്ടാകുമെന്ന ഭയത്തിലാണ് ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചതെന്നും കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ പങ്ക് ഉറപ്പിക്കുന്ന തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നു. സർക്കാർ പ്രതികൾക്ക് കുടപിടിക്കുകയാണെന്നും റിമാൻഡിലായവർ കൂടുതൽ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുമോ എന്ന ഭയം സർക്കാരിനുണ്ടെന്നും സതീശൻ ആരോപിച്ചു. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന CPMനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.